السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീന് സ്വീകരിക്കാനും വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് തൻ്റെ സഹോദരനായ വിശ്വാസിയോടുള്ള അവൻ്റെ കടപ്പാടുകൾ പൂർണ്ണമാകുമ്പോൾ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും നമ്മെ നിരന്തരമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു കാര്യമുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അത് വളരെ ദൃഢമായിരിക്കണം, ഒരിക്കലും പൊട്ടിപ്പോകാൻ പാടില്ലാത്ത ബന്ധമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഒരു ബാപ്പാക്കും ഉമ്മാക്കും പിറന്ന സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിക്കേണ്ടവരും പരസ്പരം ആദരിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരും സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരുമാണ് വിശ്വാസികളായ ആളുകൾ. ഫാസ്ലിഹു ബൈന അഖവൈക്കും. ഇനി അവർക്കിടയിൽ വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൗന്ദര്യപ്പിണക്കുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സുലഹാക്കണം, അത് നിങ്ങൾ പരിഹരിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിന്
അർഹരായേക്കാം. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ബാപ്പയും മകനും തമ്മിൽ ബന്ധമില്ല, അതല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ ബന്ധമില്ല, അമ്മായിയും ഉമ്മയും മരുമകളും തമ്മിൽ ബന്ധമില്ല, അതല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആളുകൾ തമ്മിൽ അകന്നു കഴിയുന്നു. തന്റെ സഹോദരനുമായിക്കൊണ്ട്, ഒരു മഹലിൽ ജീവിക്കുന്നവരുമായിക്കൊണ്ട് ബന്ധമില്ല, തന്റെ അടുത്ത കുടുംബക്കാരും അകൽന്ന കുടുംബക്കാരുമായിക്കൊണ്ടും പലപ്പോഴും ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആളുകളോടൊക്കെ തന്നെയും നമ്മോട് ഒന്നിച്ചുകൊണ്ടാണ് അല്ലാഹു ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ അവർക്കിടയിൽ സുൽഹുണ്ടാക്കണം, അപ്പോഴേ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ പരസ്പര സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഉദാഹരണങ്ങൾ രണ്ട് കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മക്കയിൽ നിന്ന് നാടും വീടും സമ്പത്തും കുടുംബവും എല്ലാം വിട്ടേച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളായ ആളുകളെ മദീനയിലുള്ള അൻസാരികളായ ആളുകൾ സ്വീകരിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സൂറത്ത് തൗബയിലൊക്കെ അത് എമ്പാടും കാണാൻ കഴിയും. സൂറത്ത് ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം വിശദീകരിക്കുകയാണ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, മുഹാജിറുകളായ ആളുകൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട ഭവനങ്ങളൊക്കെ ഒരുക്കി വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്ന അൻസാരികൾ, അതുപോലെ തന്നെ വിശ്വാസം ഒരുക്കി വെച്ച ആളുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്ന് തങ്ങളുടെ നാട്ടിലേക്ക് ഹിജ്റ വന്ന ആളുകൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹമാണ് അൻസാരികളും മുഹാജിറുകളും തമ്മിൽ മദീനയിൽ കാഴ്ചവെച്ചത്. തങ്ങളുടെ സമ്പത്തിന്റെ പാതി അവർ വിട്ടുകൊടുക്കുകയാണ്. ഒരു വീട്ടിൽ റൂമുണ്ടെങ്കിൽ ആ റൂമിന്റെ പാതി അവർ വിട്ടുകൊടുക്കുകയാണ്. 2 ഭാര്യമാരുണ്ടെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയെ കല്യാണം കഴിക്കാൻ അവർ അനുവാദം കൊടുക്കുകയാണ്, തൊലാക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ സാഹോദര്യത്തിന്റെ മാതൃകയുണ്ടോ സഹോദരന്മാരെ? അല്ലാഹു പറയാണ്, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ്ജ മിമ്മാ ഊതു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളായ ആളുകൾക്ക് ഒരുപാട് ഫضലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഫضല് കണ്ട് അവിടെ മനസ്സിലൊന്നും അവർക്ക് തോന്നുന്നില്ല. യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെയും തങ്ങളുടെ നാട്ടിലേക്ക് ഹിജ്റ വന്ന ആ മുഹാജിറുകളായ ആളുകളെ അവർ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്തു. സ്വന്തം നഫ്സിന്റെ പിശുക്കിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ആ പരലോകത്ത് വിജയിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ മുഹാജിറുകളും അൻസാരികളും തമ്മിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിൽ ബന്ധമുണ്ടാക്കി. ഇനി നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുന്ന കാലഘട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവിടുത്തെ ആളുകൾ, അൻസാരികളും ഔസും ഖസറജും ഒക്കെ അവരെന്തായിരുന്നു രീതി ഉണ്ടായിരുന്നത്? ചെറിയ നിസ്സാരമായ കാര്യത്തിന് പോലും യുദ്ധം ചെയ്തിരുന്ന, കലഹിച്ചിരുന്ന, പിണങ്ങി ജീവിച്ചിരുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കൊഴുക്ക് ഭിന്നിച്ചു പോകാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. എന്താണ് നിഅമത്ത്? ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങൾ കണ്ടാൽ മിണ്ടാത്തവരായിരുന്നു, പരസ്പരം പോരടിച്ചവരായിരുന്നു. പക്ഷേ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു. അപ്പോൾ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനൻ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി തീർന്നു. പരസ്പരം പോരടിച്ചിരുന്ന, കണ്ടാൽ മിണ്ടാതിരുന്ന, അങ്ങനെ പോരടിച്ചു കഴിഞ്ഞിരുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾ കൊണ്ട് ഒന്നിപ്പിക്കുകയാണ്. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നരകത്തിന്റെ വക്കിലായിരുന്നു. പരസ്പരം പോരടിച്ച് വിദ്വേഷം, പകയും അസൂയയും കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. പക്ഷേ ഫഅൻഖദകും മിൻഹാ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൊണ്ട്, ആ ഇഖ്വത്ത് കൊണ്ട്, ആ പിന്നെ ഐക്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങളെ നരകത്തിൽ രക്ഷിച്ചു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ നല്ല മാർഗം സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതൊക്കെ വിശദീകരിച്ചു നൽകുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മോടും കൂടിയാണ്. എന്നോടും നിങ്ങളോടും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടുമാണ് അള്ളാഹു ഈ നിഅമത്തിനെ ഓർമ്മിപ്പിച്ചത്. ഇതെന്തിനു വേണ്ടിയാ? നമ്മളും ഇതുപോലെ കലഹിക്കാൻ പാടില്ല. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാനുഷിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, കൂട്ടുബന്ധങ്ങൾ അത് മുറിഞ്ഞു പോകാൻ പാടില്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ഇതൊക്കെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ എമ്പാടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ലാ യദ്ലിമുഹു, അവൻ ആക്രമിക്കാൻ പാടില്ല. നാവ് കൊണ്ടും വാക്കുകൊണ്ടും മാനസികമായ പീഡനങ്ങൾ കൊണ്ടും എന്തിനധികം ഒരു നോട്ടം കൊണ്ടുപോലും വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അതിക്രമിക്കാൻ പാടില്ല. വലാ യുസ്ലിമുഹു, അവനെ വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അവനെ രക്ഷപ്പെടുത്തേണ്ട ഘട്ടത്തിൽ അവൻ വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. വമൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തി, ഒരു വിശ്വാസിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു മുസ്ലിം എന്തൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ ആ പരിശ്രമത്തിന്റെ കാലത്തോളം അള്ളാഹുവിന്റെ സഹായത്തിൽ അവനുണ്ടാകും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കും. എങ്ങനെയുള്ള വിശ്വാസികൾക്ക്? ദുനിയാവിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവൻ ആശ്വാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം അവൻ നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ ആശ്വാസം കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഈ ദുനിയാവിൽ അവൻ കണ്ട എന്തെങ്കിലും ന്യൂനത വിശ്വാസിയിൽ അവൻ മറച്ചു വെച്ചാൽ പരലോകത്ത് അവന്റെ ഒരുപാട് ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. ഇതൊക്കെ ഹദീസുകൾ പലവരെ കേട്ടവരും അതുപോലെ തന്നെ പല ആവർത്തിയായിക്കൂടെ നമ്മൾ കേട്ടവരുമാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിയുമായിക്കൂടെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മബന്ധം അല്ലെങ്കിൽ നമ്മുടെ കുടുംബബന്ധം, നമ്മുടെ കൂട്ടുബന്ധം, വ്യക്തിബന്ധം അത് ശരിയല്ലെങ്കിൽ നമ്മൾ ആരും പൂർണ്ണ മുഅ്മിനാവുകയില്ല, ആരും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. നമ്മളൊരു പക്ഷെ 5 നേരം നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പ് നോൽക്കുന്നുണ്ടാകും, ഖുർആൻ ഓതുന്നുണ്ടാകും, അതുപോലെ സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് നോക്കൂ നിങ്ങൾ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും കാമില ഈമാനുള്ളവരാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, സ്വന്തത്തിന് വേണ്ടി എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് സ്വന്തം സഹോദരനായി വിശ്വാസിക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങൾ മുഅ്മിനാവുകയില്ലെന്ന് പൂർണ്ണ വിശ്വാസികളല്ല. അഥവാ എനിക്കിഷ്ടമുള്ള കാര്യം എന്റെ വിശ്വാസിക്ക് ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടണമെന്നാണ്, അപ്പോഴേ മുഅ്മിനാവുള്ളൂ റസൂൽ പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു വിശ്വാസി ആ വിശ്വാസിയെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ആ വിശ്വാസിയെ തന്നെ വെറുക്കുകയാണെങ്കിലും, അമ്മായിമ്മ മരുമകളെ വെറുക്കുകയാണ്, അല്ലെങ്കിൽ മരുമകനെ വെറുക്കുകയാണ്, ജ്യേഷ്ഠൻ അനിയനെ, വാപ്പ ഉമ്മയെ, മക്കൾ വാപ്പാനെ വെറുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ ഈമാൻ ബാക്കി ഉണ്ടാവുക? ഇത് നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ശക്തിമത്തായ കെട്ടിടം പോലെയാണ്. അതിന്റെ ഓരോ ഇഷ്ടികകളും ഓരോ കല്ലുകളും മറ്റേ കല്ലിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ വശബ്ബക ബൈന അസാബിഇ, പ്രവാചകൻ തന്റെ വിരലുകൾ കൂട്ടിവെച്ചുകൊണ്ട് അതിന്റെ മാതൃക കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹിന്റെ സഹാബത്തിന്. എത്ര ഹദീസുകളാണ് നിങ്ങൾ എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാൻ പാടില്ല, കയർക്കാൻ പാടില്ല. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ, ഞാനും നിങ്ങളും എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നാട്ടുജീവിതത്തിലും മഹല്ലിലും എല്ലായിടത്തും പാലിക്കേണ്ട മര്യാദ. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാൻ പാടില്ല. വലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിഞ്ഞു നടക്കാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ഇഖ്വാനുകളായി നിങ്ങൾ മാറണം. ഇതാരോടുള്ള കൽപ്പനയാണ് സഹോദരന്മാരെ? എന്നോടും നിങ്ങളോടും നമ്മുടെ കുടുംബത്തോടും വാപ്പയോടും ഉമ്മയോടും സഹോദരിമാരോടും എല്ലാവരോടുള്ള കൽപ്പനയാണ്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനൻ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാലിൻ, 3 രാത്രിക്കപ്പുറത്തേക്ക് ഒരു വിശ്വാസിയുമായി കൊണ്ട് പിണങ്ങി നിൽക്കൽ ഒരു മുസ്ലിമിന് അനുവദനീയമല്ലെന്നാണ് പ്രവാചകന്റെ ഹദീസ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി അനുവദനീയല്ല എന്ന് പറഞ്ഞാൽ അത് ഇലാ യൗമിൽ ഖിയാമ അനുവദനീയമല്ല, ഇലാ യൗമിൽ ഖിയാമ അനുവദനീയമല്ല. ഹദീസിൽ കാണാം, ശാരീഹ്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഹദീസ് വിശദീകരിച്ചപ്പോൾ എന്തിനാ 3 ദിവസം സമയം കൊടുത്തതെന്നറിയോ?
3 ദിവസം തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമ്മളാണ്, മനുഷ്യന്മാരാണ്, ദേഷ്യം വരും, പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ആ ദേഷ്യമൊക്കെ തണുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 ദിവസമൊക്കെ സമയം വേണ്ടി വരും. 3 ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് നോക്കൂ നിങ്ങൾ. തുഫ്തഹു അബ്വാബുസ് സമാഇ വൽ ജന്നത്തി കുല്ല ഇസ്നൈനി വഖമീസിൻ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹ് തുറന്നു വെക്കുന്നുണ്ട്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി, മൂമിനുള്ള ആളുകൾക്ക് വേണ്ടി. ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനു വേണ്ടി. ഫയഗ്ഫിറു ഫീഹിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ വിശ്വാസികൾക്കും ആ 2 രാവിലും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനൊഴികെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളുണ്ടാകും. ആ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്നു. പക്ഷെ ഒരു ഹതഭാഗ്യന് വേണ്ടി മാത്രം അള്ളാഹു അതിന്റെ കവാടങ്ങൾ തുറന്നു. ഇല്ലാ റജുലൻ ബൈനഹു വബൈന അഖീഹി ഷഹന, അവനും അവന്റെ സഹോദരനും തമ്മിൽ മാനസികമായ ചില പ്രയാസങ്ങളുണ്ട്. അവർ പിണങ്ങി നടക്കുകയാണ്, അവർ തെറ്റി നടക്കുകയാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലം മാറ്റിവെക്കും. അവർക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുകയില്ലെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലല്ലോ നമ്മൾ പിണങ്ങി നിൽക്കുന്നത്. അത് വാപ്പി മകനാണെങ്കിലും ജ്യേഷ്ഠനും അനിയനാണെങ്കിലും അമ്മായിമ്മയും അതുപോലെ തന്നെ മരുമകളുമാണെങ്കിലും മഹലുള്ളവരാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും സംഘടനയുള്ളവരാണെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കാറുള്ളത് പലപ്പോഴും ദീന്റെ വിഷയത്തിലല്ല. ദീന്റെ വിഷയത്തിലെ പിണക്കങ്ങൾക്ക് ഇസ്ലാമിൽ മർഹബ, അതിന് സ്വാഗതമുണ്ട്. കാരണം ദീനാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന് വേണ്ടിയാണ് പിണങ്ങേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മുടെ 99% പിണക്കങ്ങളും അങ്ങനെയല്ല. കുടുംബത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിന് വേണ്ടിയായിരിക്കും, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. സഹോദരനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂർ ചോദ്യമുണ്ട്. അത് നമ്മുടെ നെഞ്ചു തറക്കുന്ന ചോദ്യമാണ്. എന്താ അല്ലാഹു ചോദിച്ചെന്നറിയോ? വൽയഅഫു വൽയസ്ഫഹു, നിങ്ങളോട് എന്തൊക്കെ അതിക്രമങ്ങൾ ആരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതൊക്കെ നിങ്ങൾ പുറത്തു കൊടുക്കണം, അതൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ, അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധത്തിൽപ്പെട്ട ആളുകൾ ചെയ്ത കുറ്റങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത കുറ്റങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്കും, ഒരു തുലാസിലിട്ടു നോക്കും. ഏതായിരിക്കും വലുത്? അള്ളാഹു നമ്മളും ചെയ്ത കുറ്റായിരിക്കും വലുത്. പടച്ചവൻ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ സഹോദരന് പുറത്തു കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ നിനക്ക് പുറത്തു തരിക? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുക? നമുക്കറിയാം, സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിശാലമായ ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം? മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് തന്റെ സഹോദരന്മാർ ചെയ്ത ക്രൂരതകൾ അതിന് കയ്യും കണക്കുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിനെ ആ പൊട്ടക്കിണറ്റിൽ പോയിട്ട് അവരിങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നു. എന്നിട്ട് വാപ്പാന്റെ അടുക്കൽ വന്ന് കളവ് പറയുന്നു. ആ മകനെ കൊന്നു, അല്ലെങ്കിൽ പിന്നെ ചെന്നായി പിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ആടിനെ അറുത്ത് പിന്നെ കള്ളരക്തവുമായി കൊണ്ട് പിതാവിന്റെ അടുക്കിലേക്ക് ചെയ്തു. ഇത്ര ക്രൂരതകൾ അവർ ചെയ്തു. പക്ഷെ മഹാന യൂസുഫിനെ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഈ സഹോദരന്മാർ, തന്റെ പൊട്ടക്കിണറ്റിലേക്കിട്ട അതേ സഹോദരന്മാർ തന്റെ മുമ്പിൽ നമ്രസരസ്കരായിക്കൊണ്ട് തലകുലിച്ചു നിന്നപ്പോ എന്താ സഹോദരന്മാരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണമെങ്കിൽ പ്രതികാരം ചോദിച്ചൂടെ? കാരണം യൂസുഫ് നബി അവിടുത്തെ അധികാരമുള്ള ഭരണാധികാരിയാണ്. അവർ ഭക്ഷണത്തിന് വേണ്ടി യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് വന്നവരാണ്. പക്ഷെ എന്താ യൂസുഫ് നബി പറഞ്ഞത്? ലാ തസ്രിബ അലൈക്കുമുൽ യൗം, ഇന്നൊരു പ്രതികാര നടപടിയില്ല. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ് മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെങ്കിൽ പൊറുക്കാനും അതുപോലെ തന്നെ സഹിക്കാനും പറ്റാത്ത ഒരു തെറ്റും സഹോദരന്മാരെ ദുനിയാവിൽ വിശ്വാസികൾ തമ്മിൽ ഉണ്ടാവുകയില്ല. ഇത് ഞാനും നിങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ടാകും, നമ്മുടെ സമൂഹത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ട്. ഈ ആയത്തൊക്കെ നമുക്കുള്ളതാണ്, നമ്മുടെ കുടുംബത്തിനുള്ളതാണ് സഹോദരന്മാരെ. ഖുർആൻ ഓതാൻ മാത്രമല്ല, ജീവിതത്തിൽ പുലർത്താനും അതിന്റെ കൂടെ സഞ്ചരിക്കാനുമുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബത്ത് ഇരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻസാരികൾപ്പെട്ടൊരു മനുഷ്യൻ, അയാൾ പിന്നെ പ്രവാചകൻ പറയാണ്, ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും.
സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യൻ, അയാളിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫതല റജുലുൻ മിനൽ അൻസാർ തൻദുഫു ലിഹ്യതഹു മിൻ വുദൂഇഹി. ഒരു മനുഷ്യൻ, ഒരു അൻസാരിയായ സാധുവായ ഒരു മനുഷ്യൻ, അയാൾ ഒതു എടുത്ത് ആ ഒതുവിന്റെ വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ട്, അയാളുടെ താടിയിൽ വെള്ളമുണ്ട്, ആ വെള്ളം ഒറ്റിക്കൊണ്ട് അയാൾ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. തന്റെ ചെരുപ്പ് അയാളുടെ അടുത്തേ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് അങ്ങനെ ആദ്യം വന്ന പിന്നെ പ്രവാചകൻ പറഞ്ഞപ്പോൾ എല്ലാവരും ആ സഹാബിനെ കണ്ടു. രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ അതേ വാചകം ആവർത്തിച്ചു. അപ്പോഴും ഈ സഹാബി കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വരും. അപ്പോഴും സഹാബികൾ ഇത് ആവർത്തിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയണം, ഈ മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഈ സാധുവായ അൻസാരിയായ മനുഷ്യൻ കടന്നു വന്നപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞു, ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ 3 ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പോയി രാപ്പാർത്തു. ഹദീസ് സുദീർഘമായ ഹദീസാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇബാദത്തും കാര്യങ്ങളൊക്കെ നോക്കി. പ്രത്യേകിച്ചൊരു ഇബാദത്തൊന്നുമില്ല. രാത്രിയുടെ അവസാനത്ത് കുറച്ച് സമയം നിസ്കരിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യവും സഹാബത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചൊരു ഇബാദത്തുകളും കാര്യങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടെ വെറുതെ ഒന്നല്ല, പ്രവാചകൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചില വാചകങ്ങളൊക്കെ പറഞ്ഞു, അത് നിങ്ങൾ എന്താണ് ഞങ്ങളെക്കാൾ കൂടുതലായിക്കൊണ്ട് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിന്റെ അമൽ എന്താണ്? അത് ഞങ്ങൾ പിൻപറ്റാൻ വേണ്ടി വന്നതാണ് ഞാൻ. പക്ഷേ പിന്നെ എനിക്കൊന്ന് ഫലം അറക തഅമലു കസീറൽ അമലി ഫമല്ലദി ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെക്കാൾ കൂടുതൽ വലിയ അമലൊന്നും എനിക്കുള്ളതായി ഞാൻ കാണുന്നില്ല. പക്ഷേ റസൂലുള്ള പറഞ്ഞ ഈ സ്വർഗമുണ്ടെന്ന്, ആ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു പ്രത്യേകമായ അമല് നീ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊരു അമലൊന്നുമില്ല. മാ ഹുവ ഇല്ലാ മാ റഅയ്ത, ഞാൻ ചെയ്യുന്ന അമൽ നിങ്ങൾ കണ്ട അമൽ തന്നെ ഉള്ളൂ. പക്ഷേ ഗൈറ അന്നി, എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ലാ അജ്ദു ഫീ നഫ്സി ലിഅഹദി മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈറിൻ ആതാഹു അല്ലാഹു ഇയ്യാഹു. ഞാൻ കടന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിക്കൊരു എന്തെങ്കിലും ഖൈർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഖൈറിൽ ഞാനൊരു വിശ്വാസിയോട് അസൂയ കാണിക്കാറില്ല. എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസിയോട് ഒരു പകയും വിദ്വേഷവും ഞാൻ വെച്ചു പുലർത്താറില്ല. എൻ്റെ മനസ്സ് ശുദ്ധമാണ്. വിശ്വാസികളെ കുറിച്ച് എൻ്റെ മനസ്സ് പരിശുദ്ധമാണ്. ഈ ഒരു പ്രത്യേകത എനിക്കുണ്ടെന്നല്ലാതെ വേറെ ഇബാദത്തുകളൊന്നും എനിക്ക് പ്രത്യേകിച്ചതില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹില്ലത്തി ബലഗ്ത ബിഹാ ബലഗ്ത ബിക, ഇതായിരിക്കും ഒരു പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. വഹില്ലത്തി ലാ തുതാഖു, അധിക ആളുകൾക്കും കഴിയാത്തതും അത് തന്നെയാണ്. നിസ്കരിക്കാനും നോമ്പോൽക്കാനൊക്കെ ഉണ്ടാകും. പക്ഷേ തന്റെ സഹോദരനോടുള്ള മനസ്സ് ശുദ്ധമാക്കാൻ ഒരു പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണ് ആളുകൾക്ക് കഴിയാത്തത്. നിസ്കരിക്കാനും നോമ്പോൽക്കാനും എല്ലാവർക്കും കഴിയും, പക്ഷെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് അവന്റെ ഹൃദയത്തിൽ ഒരു പകയുമില്ലാത്ത അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് എല്ലാ ആളുകൾക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നതാണ് മഹാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമുക്ക് സഹോദരന്മാരെ, ഒരുപാട് അമലുകൾ കൊണ്ടുവന്നില്ല അവിശ്വാസ സ്വർഗത്തിലേക്ക് പോയത്. അൻസാരി നല്ല വിശ്വാസികളായ ആളുകളോട് നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. അവരെത്ര ഉപദ്രവം ചെയ്തിരുന്നാലും അതൊക്കെ പുറത്തു കൊടുക്കാനുള്ള മനസ്സ് വിശ്വാസികൾക്ക് ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഹോദരന്മാരെ, ദുനിയാവിന് വേണ്ടിയായിരിക്കും നമ്മൾ തെറ്റി നിൽക്കുക. എന്താണ് ദുനിയാവും നമ്മൾ തമ്മിലുള്ള ബന്ധം? നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും മരിച്ചാൽ ദുനിയാവിൻ്റെ എന്താ നമ്മൾ കൊണ്ടുപോവുക? എത്ര വലിയ പണക്കാരനാണെങ്കിലും ആ ഒരു സാധാരണ കഫം പൂടവിലല്ലേ ഓനും മറമാടുള്ളൂ. അതുപോലെ തന്നെ എത്ര വലിയ പൈസക്കാരാണെങ്കിലും ഓൻ്റെ അക്കൗണ്ട് മാറിയില്ലേ, ഓൻ്റെ പേര് മാറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ചോദിച്ചാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, അപ്പം ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ എൻ്റെ വയറ് തടവി ഞാൻ രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ വല്ല അവശിഷ്ടങ്ങളും ഉണ്ടെങ്കിൽ അതുപോലും പുറത്താക്കിയിട്ടാണ് എൻ്റെ മയ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ കഫൻ ചെയ്യുക ഇല്ല സഹോദരന്മാര് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു അവശിഷ്ടം പോലും നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ ആരും അനുവദിക്കൂല എന്നാ. ആഭരണങ്ങളുണ്ടെങ്കിൽ ആഭരണം കഴിച്ചു വെക്കും, അത് മുറിച്ചിട്ട് പിന്നെ കിട്ടുന്നില്ലെങ്കിൽ ആ മോതിരം മാലയും കമ്മലൊക്കെ മുറിച്ചെടുത്തിട്ടാണ് കഫൻ പുടവിലേക്ക് നമ്മളെ കയറ്റുക. ഇതാണ് ദുനിയാവും ഞാനും നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം. ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കശപിച്ച കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, മരിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നമുക്ക് കഴിയും. ഒരു പക്ഷെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവും, നമ്മുടെ കുടുംബങ്ങൾ നന്നാവും. പക്ഷെ നമുക്ക് നന്നാക്കാൻ കഴിയുമോ?
നിങ്ങൾ ആലോചിച്ച് നോക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മിമ്പറിലേക്ക് കയറി നിൽക്കാൻ. സുബഹി നിസ്കരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പ്രവാചകൻ ആരെയും വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല. പ്രവാചകൻ ആരെയും തന്റെ ഒരു സംഗതി കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ചതിന് ശേഷം ഈ മിമ്പറിലേക്ക് കയറുന്നുകൊണ്ട് വമൻ കുന്തു ജലത്തുഹു ലഹു ലഹറൻ ഫഹാദാ ലഹരി ഫലസ്തഖദ് മിൻഹു, ഞാൻ ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ പുറം ഭാഗം ഇതാ നിങ്ങൾ എന്നെ അടിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഇതിന്റെ പ്രവാചകൻ ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തെ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ അഭിമാനവിധ നിങ്ങളും എന്നെ ചീത്ത പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സാക്ഷി നിർത്തി പറയാണ്. ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് അറിയോ? ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം എപ്പോഴാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. റസൂലുള്ളാഹിക്ക് അതിന് ഇഖ്തിയാറുണ്ട്. നമ്മുടെ മരണം എപ്പോഴാണ് നമുക്കറിയാൻ കഴിയോ സഹോദരന്മാരെ? കഴിഞ്ഞ 1 മാസം മുമ്പാണ് എൻ്റെ മഹലിനെ തൊട്ടടുത്ത് ഇതുപോലെ ജുമ നിസ്കാരം കഴിഞ്ഞ് സ്വന്തം ജ്യേഷ്ഠനുമായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ അവിടെ കുഴഞ്ഞു വീഴാണ്, പള്ളിയിൽ കുഴഞ്ഞു വീഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയുള്ള മനുഷ്യൻ അവിടെ വെച്ച് മരിക്കാൻ പള്ളിയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുമെന്ന് എന്താ സഹോദരന്മാരെ ഉറപ്പുള്ളത്? എന്തിനാണ് ഈ വാശിയും വക്കാണ്? നമുക്ക് ഒരിക്കലും സമയം കൂടി നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എത്ര വേഗത്തിൽ നന്നാകാൻ കഴിയോ അത്രയും വേഗത്തിൽ നമ്മൾ നന്നാകണം. ഇത് റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന്റെ ഒരു പ്രത്യേകതയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇന്നക്കല്ല നാളെക്കല്ല ഇന്ന് തന്നെ, അത് ജുമുഅ കഴിഞ്ഞാൽ ഫോൺ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഫോൺ ചെയ്യണം, അല്ലെങ്കിൽ മുന്നിലുള്ള ആളുകളോടാണെങ്കിൽ അങ്ങനെ നന്നാകണം. കാരണം വിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന, എനിക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ കാലശേഷം വരുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂന ബിൽ ഈമാൻ, പടച്ചോനെ ഈമാൻ കൊണ്ട് ഞങ്ങൾ മുൻകടന്നിട്ടുള്ള ആളുകൾ അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണം, ഞങ്ങളുടെ വിശ്വാസികളായ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളുടെ പടച്ചോനെ ഞങ്ങളുടെ മനസ്സിൽ നീ ഒന്നും തോന്നിപ്പിക്കരുത്, ഞങ്ങളുടെ മനസ്സിൽ പക തോന്നിപ്പിക്കരുത്. റബ്ബന ഇന്നക റഊഫുർ റഹീം, അല്ലാഹു നീ പൊറുക്കുന്നവനാണല്ലോ. അതുകൊണ്ട് സഹോദരന്മാർ, ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും എപ്പോൾ കഴിയുന്നുണ്ടോ അപ്പോഴേ നമ്മൾ മുഅ്മിനാകുള്ളൂ, പൂർണ്ണമായി മുഅ്മിനാകുള്ളൂ. ഒരു പക്ഷേ നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ടാവില്ല, തോന്നിയാസം ചെയ്യുന്നുണ്ടാവില്ല, വ്യഭിചാരം ചെയ്യുന്നുണ്ടാവില്ല, പലിശ വാങ്ങുന്നുണ്ടാവില്ല. പക്ഷെ ഈ കുറ്റം നമ്മുടെ മനസ്സ് ശുദ്ധമില്ലെങ്കിൽ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ സലീമായ ഹൃദയത്തുമായി പിന്നെ ചെല്ലാൻ സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് തന്നെ നന്നാകണം എന്ന് ഞാൻ പറയും, ഇന്ന് തന്നെ നന്നാകണം. കാരണം വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വദക്കിർ, നബി നിങ്ങൾ ആളുകൾക്ക് ഉപദേശം കൊടുക്കുക. ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനാൻ കുറച്ചൊക്കെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും, കുറച്ചൊക്കെ ഈമാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും നബിയെ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനോടും എനിക്ക് പകയും വിദ്വേഷവും ഇല്ലെന്ന്, ആ മരിച്ച മനുഷ്യന്റെ മയ്യത്തിനു മുമ്പിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ സഹോദരന്മാരെ നമുക്ക് എപ്പോൾ സാധിക്കുന്നുണ്ടോ അപ്പോഴേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹ് മറ്റുള്ളവരെയും നിർത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയുടെ മയ്യത്തിന് മുമ്പിൽ പോയിക്കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന്, പടച്ചോനെ ആ മനുഷ്യന് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹ് അങ്ങനെ ആളുകൾ നിർത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പകയും വിദ്വേഷവും അതുപോലെ തന്നെ കുശുമ്പുമായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ മനസ്സിലാക്കിക്കോളൂ, നമുക്ക് മയ്യത്ത് സ്കരിക്കുമ്പോൾ ആളുകൾ ചടങ്ങ് നിർവഹിച്ചു പോകുന്നല്ലാതെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷെ ആളെ കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം ചിന്തിക്കണം. ഇത് എന്നോടും നിങ്ങളോടും ഓരോ വിശ്വാസികളോടും സംസാരമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള പിന്നെ ഉപദേശമോ അല്ലെങ്കിൽ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ ദീൻ ആണ് നമുക്ക് വലുത്. ഞാനും നിങ്ങളും എപ്പോഴും മരിച്ചു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലതല്ലാതെ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലതല്ലാതെ നമ്മുടെ മനസ്സിൽ, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും വാപ്പയാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും മരുമകളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും മഹല്ലുകാരാണെങ്കിലും ആരാണെങ്കിലും സഹോദരന് തുല്യരാണ്. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളണമെന്ന് പിന്നെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ വിശ്വാസികൾ തമ്മിലുള്ള ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സഹോദരന്മാരെ, നമ്മുടെ മനസ്സാണ് ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട് നന്നാവേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളിലേക്ക് മാത്രമല്ല നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയം ശുദ്ധിയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ബാക്കിൽ നിസ്കരിച്ചിരുന്ന കപടവിശ്വാസികളുണ്ടായിരുന്നു. അവർ നിസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ, പരസ്യമായി ചില ഇബാദത്തുകളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അള്ളാഹ് അവരെപ്പറ്റി പറഞ്ഞ ഫീ ഖുലൂബിഹിം മറദുൻ, അവിടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ആ രോഗം സഹോദരന്മാരെ അപകടമാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും ആ വിശ്വാസികളെ പൂരി ഉൾക്കൊള്ളാനും, അതെത്ര വലിയ ദ്രോഹം വരുത്തിയവനാണെങ്കിലും അതൊക്കെ വിട്ടുപുറത്ത് സംസാരിച്ച് മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഹൃദയത്തെ മാറ്റിയെടുക്കണം എന്നുകൂടി ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമ്മുടെ ഏറ്റവും നല്ല സാഹോദര്യത്തിലും ഏറ്റവും നല്ല സ്നേഹത്തിലും കുടുംബത്തിലും നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും തറവാട്ടിലും അതുപോലെ തന്നെ കുടുംബത്തിന് വീട്ടിനുള്ളിലുമെല്ലാം ജീവിക്കും. അപ്പോഴാണ് സഹോദരന്മാരെ സന്തോഷം എന്ന് പറഞ്ഞ് ദുനിയാവിൻ്റെ ഖുറത്ത് ഐൻ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഒരു മനുഷ്യന് പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി കൊണ്ട് കട്ടുപോയി അരിലുഹാദ പോയി അരിലുഹാദ, അവൻ ഇതിലേ പോകുന്നു, മറ്റവൻ ഇതിലേ പോകുന്നു. അത് ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല. അത് വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ തുടക്കകാലം മുതൽക്കുണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രവർത്തകനായിരുന്നു വേങ്ങരയിലുള്ള നമ്മുടെ KV എന്ന് പറയുന്ന അലസംഖൂജ ഹാജി എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരുപാട് മീറ്റിങ്ങുകളും ജാമ്യയുടെ തുടക്കമൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ മനാർ ഹുദക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജാമ്യക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത നല്ലൊരു മനുഷ്യനും അദ്ദേഹം. അള്ളാഹുവിൻ്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകി പോയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പാപങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയോടും പകയും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കാണ് തൗഫീഖ് അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.